പി ജയരാജനെ ഇത്തവണയെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തുമെന്നാണ് ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും കരുതിയിരുന്നത്. എന്നാൽ സെക്രട്ടേറിയറ്റിലെത്തിയത് പി ജയരാജനേക്കാൾ ജൂനിയറായ MV ജയരാജൻ. പി ജയരാജനെ വീണ്ടും തഴഞ്ഞതിൽ വലിയ പ്രതിഷേധമാണ് അണികൾക്കിടയിലുള്ളത്. സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രതിഷേധം കടുപ്പിക്കുകയാണ് PJ അനുകൂലികൾ. TV പ്രസാദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് TV പ്രസാദ്. പി ജയരാജന് മുൻ ജില്ലാ സെക്രട്ടറി എന്ന പരിഗണന കൊടുക്കാം. പാർട്ടിയുടെ മുതിർന്ന നേതാവ്, ജനപ്രിയതയുള്ള നേതാവ്, അങ്ങനെ എല്ലാ രീതിയിലും പരിഗണിക്കപ്പെടാനുള്ള എല്ലാ അർഹതയും ഉണ്ടായിട്ടും എന്തുകൊണ്ട് അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നില്ല എന്ന ചോദ്യം അണികൾക്കിടയിൽ ശക്തമായി ഉയരുകയല്ലേ? ഗുഡ് ഈവനിംഗ് സുജിയ. അതുതന്നെയാണ് അണികൾ സാമൂഹിക മാധ്യമങ്ങളിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. PJയുടെ വാഴ്ത്തുപാട്ടാണെങ്കും, പക്ഷേ അത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് അത് മാനദണ്ഡമല്ല എന്നുള്ളതാണ് സമീപകാല അനുഭവങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. നേരത്തെ വ്യക്തിപൂജയുടെ പേരിൽ പി ജയരാജനെതിരെ ശക്തമായ നടപടിയാണ് അന്ന് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടത്. അന്ന് പാർട്ടിക്കുള്ളിൽ ഉണ്ടായ നടപടിയെ കൂടാതെ അത് ബ്രാഞ്ച് തലം വരെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ണൂരിൽ പി ജയരാജൻ എന്നുള്ള ഒരു നേതാവ് പിണറായി വിജയനേക്കാളും MV ഗോവിന്ദനേക്കാളും ആരാധകർ ഇഷ്ടം പോലെയുള്ള നേതാവായിരുന്നു. ഉദാഹരണത്തിന് ഒരു പരിപാടിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പിണറായി വിജയനും MV ഗോവിന്ദനും ഉള്ള വേദിയിൽ അവർക്ക് കിട്ടുന്ന മുദ്രാവാക്യങ്ങളെക്കാളേറെ മുദ്രാവാക്യങ്ങൾ പി ജയരാജന് അനുകൂലമായി വന്നിരുന്നു. കയ്യടികളാണെങ്കിൽ അതുപോലെയായിരുന്നു. ഒരു ഘട്ടത്തിൽ പി ജയരാജൻ പിണറായി വിജയനും MV ഗോവിന്ദനും ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് എത്രയോ മുകളിലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ ഇങ്ങനെ ഒരു ഗതിയിലേക്ക് പി ജയരാജനെ എത്തിക്കുകയും ചെയ്ത്. മാത്രമല്ല, സമീപകാലത്ത് ഉയർന്നു വന്ന ഒരുപാട് ആരോപണങ്ങളിൽ ഒരു ഭാഗത്ത് പി ജയരാജൻ ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും DYFIയുടെ മുൻ ജില്ലാ പ്രസിഡന്റുമായ മനു തോമസിന് പുറത്തു പോകാൻ കാരണക്കാരനായത് പി ജയരാജനാണ് എന്ന് പരക്കെ പാർട്ടിയിൽ തന്നെ അഭിപ്രായമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി പാർട്ടി ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് ഒരു കത്തും കൊടുത്തിരുന്നു. കാരണം മനു തോമസ് ഉന്നയിക്കുന്ന പല കാര്യങ്ങളിലും അതിൽ പി ജയരാജൻ്റെ ഒരു പങ്കുണ്ട് എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ ഇന്നലെ പാർട്ടി സംസ്ഥാന സമ്മേളനം അവസാനിച്ച് വൈകിട്ട് 7:05 ഇത്തരം കാര്യങ്ങളിലെല്ലാം പ്രതികരിക്കുന്ന പി ജയരാജൻ്റെ മകൻ ജെയിൻ രാജ് ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടു. ആ സ്റ്റാറ്റസ് 2019 M സ്വരാജിൻ്റെ സുപ്രീം കോടതി വിധിക്ക് ശേഷമുള്ള വിവാദപരമായ ഒരു പരാമർശമായിരുന്നു. വർത്തമാനകാലത്തിൽ ഇതിൽ കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ നിഷ്കളങ്കരെ എന്ന് തുടങ്ങുന്ന ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് സ്ക്രീൻഷോട്ടായി പങ്കുവയ്ക്കാൻ ഉചിതമായ ഒരു വാചകം കൂടിയാണ് എന്ന് ജെയിന് തോന്നിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ അങ്ങനെ ഒരു വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ജെയിൻ ഇടുകയില്ലല്ലോ. എന്തായാലും പി ജയരാജനെ മാറ്റി നിർത്തിയത് എന്തുകൊണ്ട്, എന്താണ് അദ്ദേഹത്തിന് എതിരായി നിന്ന ഘടകം എന്നത് പാർട്ടിക്ക് ഇനിയും അണികളെ ബോധ്യപ്പെടുത്തേണ്ടി വരും, പ്രത്യേകിച്ചും കണ്ണൂരിലെങ്കിലും.